ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ദോശ റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി ഒരു നൈറ്റ് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് കേട്ടോ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുള്ളത്. ഇനി പച്ചരി മുഴുവനായിട്ട് നമുക്ക് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് ഒരു 3/4 ഗ്ലാസ് ചോറ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞക്കുറവയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരിയെല്ലാം ഞാൻ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം കൂടി പോവുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ദോശ ഉണ്ടാക്കാൻ കഴിയില്ല. മാവ് ഓവർ കട്ടിയാവരുത്, ചെറുതായൊന്ന് ലൂസായിരിക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ മാവ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ തുവരപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന്, ഒരു 2 വറ്റൽമുളക് അരിഞ്ഞത്, ഇതെല്ലാം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണേ, കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഉള്ളിക്ക് അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു പൊട്ടറ്റോ വേവിച്ചുടച്ചതും ഒരു ക്യാരറ്റ് വേവിച്ചുടച്ചതും ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു പൊട്ടറ്റോവും അതുപോലെ തന്നെ ക്യാരറ്റും ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഒരു മസാലക്കൂട്ട് നമുക്ക് നല്ല ചൂടോടെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ദോശ കഴിക്കാൻ നമുക്ക് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഇത് ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നന്നായി ചൂടായിട്ടുള്ള തവയിലോട്ട് ഒരു 1.5 തവി മാവ് ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ദോശ ഡ്രൈ ആയിട്ട് വരുന്നുണ്ടോ. ഇനി ഇതിൻ്റെ മേലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് അതിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് കുക്കായി കിട്ടും. ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുള്ളത് കണ്ടോ. ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ ദോശയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എത്ര സിമ്പിളായിട്ടാണല്ലേ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം മാവ് അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ദോശ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും. സൂപ്പർ ടേസ്റ്റിയാണ്. എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ദോശ ചൂട് ചായക്കൊപ്പം കഴിക്കാം, അല്ലെങ്കിൽ ഏതൊരു ചട്നിക്കൊപ്പം വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള പൊട്ടറ്റോ ദോശ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.